എക്സ്ക്യൂസ് മീ, ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടോ? ഞാനും വന്നോട്ടെ, എൻ്റെ ഈ വണ്ടി ഒന്ന് കേടായിപ്പോയി. കയറിക്കോളൂ. താങ്ക് യു. ആ, ഒരു കട കാണുന്നില്ലേ, അവിടുന്ന് റൈറ്റ്. ഡോക്ടറാണ്? അതെ, ആദ്യത്തെ പോസ്റ്റിങ്ങാ. കുറച്ച് വൈകി. ഡ്രൈവർക്ക് വഴിയറിയാത്തത് കാരണം കുറേ കറങ്ങി. ആ, ഇനി അധിക ദൂരമില്ല. ആ, അവിടുന്ന് ലെഫ്റ്റാണ്. ഇയാളെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് വിടണം. ശരി സാർ. നിങ്ങൾ കൂടെ വന്ന് വഴി പറഞ്ഞു തന്നതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എത്തി. வணக்கம் டாக்டர் சார். அந்த 4 நம்பர் பெட்டில் படுத்திருக்க சக்தி வேலு இல்லையா, அவனை கட்டாயமாக திட்ட வேணும், நல்லா வழக்கு வரணும். ഞാൻ എല്ലാ പേഷ്യൻസിനെയും കാണുന്നുണ്ട്. சார் ഇവങ്ക ആര്? പുതിയ ഡോക്ടറാ, ഇനി മുതൽ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ? ഞാൻ ഡോക്ടർ വി പി ഗംഗാധരൻ. ഓ സോറി ഡോക്ടർ, ഞാൻ അറിഞ്ഞില്ല. ഡോക്ടർ ഒന്നും പറഞ്ഞതുമില്ല. അത് സാരല്ല. சார் மருந்து பட்டு சாப்பிட்ட ரோகம் மாறுவான், நல்லா சாப்பிட வேண்டாமா? நீங்க இந்த சக்தி வேலுன்னு சொல்லணும். நான் அவனை பல்லு விளக்கு உட்கார வச்சிருக்கேன் சார். அவனை வழக்கு പറയാമ சாப்பிட மாட்டேன். சரி பரவாயில்ல, நான் பார்த்துக்கிறேன். சரி, பேக் எடுத்து டாக்டர் வரும். ഡോക്ടർ ബാഗ്. ആമാ ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, ഡോക്ടർ ഒന്ന് നോക്കി ഉടനെ വിളമ്പാം. ആ ശരി, ഞാൻ അങ്ങോട്ട് വരാം. വരൂ. ഇത് ഡോക്ടറുടെ ആദ്യത്തെ പോസ്റ്റിംഗ് എന്നല്ലേ പറഞ്ഞത്? യെസ്. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡ്യൂട്ടി ഡോക്ടറുടെ ജോലി ആരംഭിക്കുന്നത് എവിടെ നിന്നറിയാമോ? ഇല്ല. അടുക്കളയിൽ നിന്ന്. സാമ്പാർ അല്പം. ഈ വിഭവത്തിന്റെ ഗുണവും രുചിയും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ശക്തിയേറിയ കീമോതെറാപ്പി കഴിഞ്ഞ പിന്നെ പേഷ്യൻ്റെ ബ്ലഡ് കൗണ്ട് നന്നായിട്ട് കുറയും. ഡോക്ടർക്ക് അറിയാലോ, നേരിയ അണുബാധ ഉണ്ടായാൽ പോലും അതുവരെ ചെയ്തൊക്കെ വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിന് നല്ല ശ്രദ്ധ വേണം. വൃത്തിയും വെടുപ്പും മാത്രമല്ല, നല്ല രുചിയും ഉണ്ടാവണം. അത് ഉറപ്പുവരുത്തേണ്ടത് ഡ്യൂട്ടി ഡോക്ടറുടെ ചുമതലയാണ്. ഡോക്ടർ സാർ, സാറിങ്ക ബാഗെല്ലാമേ റൂമിലേ കൊണ്ടുപോയി വെച്ചിരിക്കേ. ഓ താങ്ക് യു ഡോക്ടർ. ഞാൻ പാത്തു. ഉടമ്പോലി കുറഞ്ഞതാണല്ലേ? കുറച്ചു നേരം ഇരുന്ന കാലൊക്കെ ഭയങ്കര വേദനയാ. സാരമില്ല, നല്ല ചുടു തണ്ണിയിൽ കുളിച്ചാൽ മാറിടുവേ. സായങ്കാലോ ഞാൻ ചുടു തന്നെ കൊണ്ടുവരാൻ. സാപ്പിട. ஐயோ என்னங்க இது, சாப்பாடு கீழே தூவியாச்சா? ஐயா, இந்த சாப்பாடு தெய்வமாக்கும். சாப்பாடு கீழே தூவியானா அந்த தெய்வத்தை ஆட்டி ஓட்டுற மாதிரி. അല്ലെ വി മനഃപൂർവ്വം കളഞ്ഞല്ലോ ചെല്ലയാ, വഴക്ക് പറയണ്ട.
சாப்பிடாம பட்டணம் கிடക്കുന്നவருக்கு மட்டும்தான் இந்த சாப்பாடு விலை தெரியும். അത് പുറത്ത് കളഞ്ഞേക്ക് ചില வேணாம் சார், வெளியில பறவைகள் இருக்காங்க, அவங்களுக்கே கொடுக்கலாம். எனக்கு வேண்டாம், எனக்கு சத்தா மட்டும் போதும். கேட்டுங்களா சார்? எத்தனை பறிஞ்சாலும் மனசிலாவில்ல. டாக்டர் நல்லா வழக்கு வரணும். ശക്തിവേൽ, ചികിത്സിച്ചാൽ മാറുന്ന അസുഖം തന്നെയാണ് ക്യാൻസറും. ക്ഷമ വേണം. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ വേദനയൊക്കെ അങ്ങ് മാറും. ആറ്റാനല്ലേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത്. കഴിക്ക മുദ്ര ശക്തിയാ. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. ഓ, അറിയാലോ, ദിവസം തോറും രോഗം കൂടിക്കൊണ്ടേയിരിക്കും. சாப்பிடு சாப்பிடு சாப்பிடு. മോള് കഴിച്ചോ? கண்ணா, என்ன இது? சாப்பிடு சாப்பிடாமா. ஐயா என்னங்க? தூங்காதம்மா. ஐயோ, வா வா வா. என்ன வேணும்? ஐஸ்கிரீம் வேணுமா? மாமா கிட்ட போ. இங்க வாமா. ஐயா, சாப்பிடலாமா? வரண்டே, ஊருக்கு போண்டே, ஊருக்கு போண்டே. கைக்கு அனுப்புறேன். அப்படி அப்படி கைக்கு 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 பாப்பா சாப்பிடு. இல்ல சார், இல்ல. ഒന്ന് പിടിച്ചേ. നോക്കി കൈ തട്ടെ. മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം സ്വന്തം ആരോഗ്യം കൂടി നോക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. எனக்கு படுக்கிறதுக்கு இஷ்டமல்ல சார். என்ன கிடந்தா ரோகி ஆகிடும். எனக்கு ரோகியாக வேண்டும் சார். റെസ്റ്റ് എടുത്തോളൂ. കഴിക്കാം. ഡോക്ടർ, ആദ്യമായി കാണുന്നവർക്ക് ചെല്ലയ്യൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് തോന്നുകയില്ല. തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാ. അവിടെ കൃഷിപ്പണിയായിരുന്നു. രോഗം ബാധിച്ച് ശരീരം തളർന്നെങ്കിലും മനസ്സിനിപ്പോഴും വെയിൽ പണിയെടുക്കുന്നവൻ്റെ കരുത്താ. പുതുതായിട്ട് വരുന്ന രോഗികൾക്ക് ചെല്ലയും വലിയ സഹായമാണ്. രോഗികൾക്ക് മാത്രമല്ല, ഇവിടുത്തെ സ്റ്റാഫുകൾക്കും. டாக்டர், அந்த 8ஆம் நம்பர் பெட்டில் ரோகியோட காரியம் ரொம்ப கஷ்டமாக இருக்கும். എന്ത് പറ്റി? நான் டாக்டரோட சொல்கிறேன்னு சொல்லியிருக்கேன். டாக்டரை நேரில் பார்க்கணும்னு. சீக்கிரம் போகல சார். ആദ്യം ചെല്ലയും ആഹാരം കഴിക്കുക. நான் திரும்பி வந்ததுக்கு அப்புறம் சாப்பிட சார். நான் இப்போ ஓகே சார். വാ. நான் வரேன் சார். ನೀ ಸೊಲ್ಲು. ನೀವು ಏಟು ಕೊಡಬಹುದು ಎಂದು ಡಾಕ್ಟರ್ ಹೇಳಿದಾಗ ನಾನು ತಪ್ಪಾಗಿ 100 ಹೇಳಿದೆ. ನನ್ನ ಬೆಳಿ ಮನೆಗೆ ಹೋಗಲು ಮಾತ್ರ ಹಣವಿದೆ ಸರ್. ಇಲ್ಲಿ ಹಣ ಕೇಳಲು ನನಗೆ ಯಾರೊಬ್ಬರು ಹೋದಿಲ್ಲ ಸರ್. ಹಾಲಿಯಿಂದ ತರಲು ಸಹ ಹಣವಿಲ್ಲ. ചെല്ലയ എനിക്ക് சொல்லுங்க சார், சொல்லுங்க சார். இவங்க தீர கஷ்டமான ஆளுங்க. 100 ரூபாய் போட்டு கால் காசு கூட கையில் இல்லை. சார்னோடு சரின்னு பறந்துட்டு இப்போ இங்கே கரைஞ்சிட்டே இருக்கு. எத்தனை ரூபா கட்டலாம்னு கேட்டப்போ 100 ரூபான்னு தெரியாம பறஞ்சதாக்கும். இப்போ இவங்களுக்கு திரும்பி போகிறதுக்கு பஸ் காசு கூட கையில் இல்லை. கடன் கேட்கறதுக்கு இங்கே யாருமே இல்லை. ஆனால் ஊர்லேருந்து பணம் பறதுறதுக்கு அங்கே யாருமே இல்லை.
டாக்டர் சொன்னப்போ இவருக்கு புரியல. സാരമില്ല, കാശിന്റെ കാര്യത്ത് വിഷമിക്കണ്ട. കാശ് വേണ്ട, വേണ്ട കാശ് വേണ്ട. കാശില്ലാത്തതുകൊണ്ട് ചികിത്സയുടെ കാര്യത്തിലൊന്നും കുറവ് വരുത്തില്ല കേട്ടോ. ಪ್ರಾರ್ಥನೆ ಬಾವು. ಏಯ್, ನನಗೆ ಪ್ರಾರ್ಥಿಸಬೇಕಾಗಿಲ್ಲ, ಬದಲಿಗೆ ವೈದ್ಯರೇ ಪ್ರಾರ್ಥಿಸಿ. വിഷമിക്കണ്ട കേട്ടോ. കടവുള്ളവർക്ക് ഓരോ രോഗിയും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള പണം നൽകണം. മാസം 1000 രൂപയാകാം, 100 രൂപയാകാം, 10 രൂപയാവാം. ആരുടെയൊക്കെ ഔദാര്യം കൊണ്ട് ജീവിക്കുകയാണെന്നുള്ള തോന്നൽ അവർക്കുണ്ടാകാൻ പാടില്ല. അത്രയേ ഉദ്ദേശിക്കുന്നു. 10 രൂപ തരുന്ന രോഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പക്ഷേ ലക്ഷങ്ങളുടെ മരുന്നായിരിക്കും. രോഗം ഏൽപ്പിക്കുന്ന പീഡകളിൽ നിന്നൊരു പരിധിവരെ മനസ്സിനെങ്കിലും രക്ഷിക്കുന്നൊരു വലിയ കാര്യമല്ലേ? യു ആർ ഗ്രേറ്റ് സാർ. அப்பா யாரப்பா செல்லம்? அப்பா சௌக்கியமா? சௌக்கியம் ஆமாடா கண்ணா. அப்பாவுக்கு ஒன்றும் இல்லை, இவளுக்கு எல்லாம் உதவி செய்வதற்கு அப்பா கிட்ட தங்கி இருக்கு. அப்பா நாங்க நம்ம ஊருக்கு எப்ப திரும்பி போயிடுவேன்? போகலாம் செல்லம், நம்ம சீக்கிரமாவே போகலாம். ചില എൻ്റെ ഫാമിലിയാണ്. എന്നും വൈകുന്നേരം അയാളെ കാണാൻ വരും. வணக்கம் சார். சாருக்கு வணக்கம் சொல்லு. வணக்கம் டாக்டர் சார். வணக்கம். நல்லா இருக்கீங்களா? என் கிஃப்ட் நல்லா பார்த்துக்கோ. பசங்களை பார்த்தா இவரும் பசங்க மாதிரி. உடம்பு பார்க்காம இப்படி விளையாடலாமா சார்? சொன்ன கேட்க மாட்டேன். சங்கடப்படுறதுக்கு 100 காரணம் இருந்தாலும் நம்ம சந்தோஷப்படுறதற்கு எந்த விஷயம் கிடைத்தாலும் நம்ம பயன்படுத்தணும். சரிதானே டாக்டர்? വേദനകൾക്കിടയിലും സന്തോഷത്തിനൊരു തിരി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ മനുഷ്യൻ എനിക്കൊരു അത്ഭുതമാണ്. ചെല്ലൈന് എല്ലാവരുടെയും പ്രശ്നങ്ങൾ വലുതാണ്. പക്ഷേ സ്വന്തം കാര്യത്തിന് വേണ്ടി അയാൾ ഒരിക്കൽ പോലും എൻ്റെ അടുക്കൽ വന്നിട്ടില്ല. ഫാമിലിയും കൂട്ടിയാണോ അയാൾ ചികിത്സയ്ക്ക് വന്നത്? അയാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഭാര്യ മക്കൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അവർ തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ അവരുടെ താമസമൊക്കെ? വാടക ഇവിടെ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോഡ്ജിൽ. നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്, ധാരാളം ലോഡ്ജുകളും ഉണ്ട്. சார் பசங்களுக்கு பசிக்குது. கடவுளே, ஐயா ஏதாவது கொடுங்க ஐயா. ஏதாவது கொடுங்க ஐயா. சார் பசங்களுக்கு பசிக்குது. கடவுளே,
அம்மா அப்பாவோட தினம் முடிஞ்சாச்சுன்னு சொல்லவில்லையா? அப்ப ஏன் நம்ம வீட்டுக்கு போறதில்ல? இங்க படுக்கிறதுக்கு எனக்கு ரொம்ப பயமா இருக்கு. அப்பா போய் சொன்னதாகும். அப்பாவோட தினம் முடியவில்லை. போய் சொல்றது நீதான். அப்பாவோட தினம் மாறியாச்சு இல்ல அம்மா? ആരാ പറഞ്ഞത് ചെല്ലേൻ്റെ അസുഖം ഭേദമാവില്ലെന്ന്? മറ്റേതൊരു അസുഖത്തെയും പോലെ തന്നെയാണ് ക്യാൻസറും. ചികിത്സ കൊണ്ട് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്കറിയോ, ഹൃദ്രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാൾ ജീവിതകാലം മുഴുവൻ മരുന്നിനെ ആശ്രയിക്കേണ്ടി വരും. ഹൃദ്രോഗത്തിൻ്റെയും കരലോകത്തിൻ്റെയൊക്കെ അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ ക്യാൻസർ അങ്ങനെയല്ല. 3 രോഗികളുള്ള ഒരാൾ പൂർണ്ണമായും സുഖം പ്രാപിക്കും. പിന്നെ അസുഖത്തിൻ്റെ ഓർമ്മ പോലും ഇല്ലാതെ, മരുന്നോ മറ്റ് നിയന്ത്രണങ്ങളോ ഒന്നുമില്ലാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റും. ക്യാൻസർ ചികിത്സകളുടെ അസുഖം പൂർണ്ണമായും മാറിയ ശേഷം മാരത്തോൺ മത്സരങ്ങളിൽ ഓടി ജയിച്ച മുസ്തഫ അറിയില്ലേ? അതുപോലെ എത്രയോ പേർ. ചെല്ലേനൊന്നും സംഭവിക്കില്ല, എന്നെ വിശ്വസിച്ചോളൂ. போறேன் அண்ணா. அப்பாவை வர வச்சு நாளை நம்ம ஊருக்கு போறேன். കീമോതെറാപ്പി കഴിഞ്ഞതാ. ചെല്ലയ്യന്റെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞിരിക്കുക. അതറിയില്ലേ ചെല്ലയ്യന്? ഏറ്റവും നല്ലതാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ആഹാരം മാത്രമേ രോഗികൾക്ക് കൊടുക്കൂ. എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ? ചെറിയൊരു അണുബാധ പോലും രോഗികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് കരുതിയിട്ട്. എന്നിട്ട് ചെല്ലയും ചെയ്യുന്നതാ, ആൾക്കാർ നടക്കുന്ന വഴിയിലിരുന്ന് മണ്ണും പൊടിയും വീണ ആഹാരം കഴിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. சார் சார் எந்த ஒரு நேர்வக்கிலும் என் புள்ளக்கடை கூட இருந்த ஒரு உருளை சாப்பாடு கழிக்கிறது பூதி கொண்டாக்கு சார். எனக்கு இந்த சூக்கேடு வந்த பிறகு என் குடும்பம் பட்டியலாக்கு சார். ஆஸ்பத்திரியில் எனக்கு நல்ல சாப்பாடு கிடைக்கும். ஆனா என் பொட்டாட்டியும் பசிகளும் அவங்க இறந்துகிட்ட படம் கொண்டு வாங்கினா சாப்பாடாக்கு சார். அவங்க அப்பாவோட கை கொண்டு ஒரு மினிட் சாப்பிடுங்க. அதுக்கான சார், அதுக்கு சார் ஆளுகளுக்கு முன்ன கை நீட்டி பிச்சை இருக்கிறது. இந்த மாதிரி சாப்பாடு கழிக்க கூடாதுன்னு எனக்கு தெரியும், நல்லா தெரியும். ஆனா பிச்சை எடுத்து வாங்கின சாப்பாடானாலும் கேடு வந்த சாப்பாடானாலும் என் மனைவியோட பிள்ளைகளோட இருந்து சாப்பிடுப்போ எனக்கு அது சாமியோட பஞ்சாமிர்த மாதிரி சார்.
வாழ்ந்துட்டே இருக்கு. ஆஸ்பத்திரி போய் படுத்தா எனக்கு தூக்கம் வராது சார். இவர் இங்க படுக்கும் போது எனக்கு எப்படி தூக்க முடியும் சார்? ஆஸ்பத்திரியில இருந்து என்னை அனுப்பினாதுங்க சார். இனி எவ்வளவு காலம் இவங்க கூட இருந்து இப்படி சாப்பிட முடியும் எனக்கு தெரியல சார். சார், என் குழந்தைகளை பார்த்து மன்னிச்சிடுங்க சார். ചെല്ലയൻ്റെ ഭാര്യ മക്കളും ഇനി വഴി കിടക്കണ്ട. ഇവിടെ അടുത്തല്ലേ ഞാൻ താമസിക്കുന്നത്. 6-7 ഡോക്ടർമാർക്ക് വേണ്ടി എടുത്തിട്ടൊരു വീടുണ്ട്. പക്ഷെ മിക്ക ദിവസങ്ങളിലും ഞങ്ങളാരും അവിടെ ഉണ്ടാവാറില്ല. ചെല്ലയൻ്റെ ഭാര്യ മക്കളൊക്കെ അവിടെ താമസിച്ചോളൂ. പെർമിഷൻ ഞാൻ മേടിച്ചു തരാം. നിങ്ങളുടെ അച്ഛനെ ഞാൻ വഴക്ക് പറഞ്ഞല്ലേ കേട്ടോ. കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും, ഭാര്യ കൊടുത്തോളൂ. சார், நீங்க கடவுள் மாதிரி சார். ஏய், சாரில்ல. പടിയിറങ്ങുമ്പോൾ പ്രതീക്ഷയായി കിളിവാതിലാരോ തുറന്ന പോലെ എന്നും പ്രതീക്ഷ പ്രതീക്ഷ പോൽ ജീവിതം വർണ്ണാഭമാക്കുന്ന വർണ്ണമുണ്ടോ? എന്നും പ്രതീക്ഷ പ്രതീക്ഷ പോൽ ജീവിതം വർണ്ണാഭമാക്കുന്ന വർണ്ണമുണ്ടോ? ഒരു കഥ അവസാനിക്കുന്നു എന്ന തോന്നൽ സുന്ദരമായൊരു മിഥ്യയാണ്, മായ പോലെ ഒന്ന്. സത്യത്തിൽ കഥകളെല്ലാം അവസാനിച്ചിടത്തു നിന്ന് പുനർജനി കൊള്ളുകയാണ്. ഒരു തളിർ നാമ്പിടുന്നത് പോലെ, ഒരു തിര ഉണ്ടാകുന്നത് പോലെ. ഒടുവിലത്തെ വരികൾക്ക് പുതിയൊരു കഥയിലെ ആദ്യ വരികളായി ജന്മം കൊടുക്കാൻ ഈശ്വര തുല്യനായൊരു എഴുത്തുകാരൻ വേണം. ഇവിടെ അത് ഈ മനുഷ്യൻ്റെ രൂപത്തിലാണ്. ഡോക്ടർ VP ഗംഗാധരൻ. ചെല്ലയ്യനും ശക്തിവേലും നളിനിയും അങ്ങനെ എണ്ണമറ്റ എത്രയോ പേർ ഈ കൈകളിലൂടെ പുതിയ തിരകളായി ജീവിതത്തെ വീണ്ടും തൊടുകയാണ്. ആ തിരകളുടെ ആഴവും പരപ്പും സ്പന്ദനങ്ങളും അറിഞ്ഞ് സൗമ്യനായി തിരകൾക്കരികെ ഈ മനുഷ്യനും. തിരകൾ ഒടുങ്ങുന്നില്ല, ഈ മനുഷ്യൻ്റെ കാരുണ്യവും. എന്നും പ്രതീക്ഷ പ്രതീക്ഷ പോൽ ജീവിതം വർണ്ണാഭമാക്കുന്ന വർണ്ണമുണ്ടോ?